അപ്പോൾ സ്കൂളുള്ള ദിവസം ചില തിരക്ക് കുറഞ്ഞ രാവിലെയൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു രാവിലെയാണിത്. അപ്പോൾ എൻ്റെ ആക്കിക്കൂട്ടലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര തണുപ്പാണ്. അവിടെ ഒരു തണുപ്പില്ല കേട്ടോ, ഉറക്കത്തിൻ്റെ ഒരു ചെറിയൊരു ഇത് മാത്രം. അങ്ങനെ അടുപ്പിൻ്റെ അടിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു വിറകൂല എന്ന് ഞാൻ വിചാരിക്കും തലേന്ന് രാത്രി എല്ലാം സെറ്റാക്കണമെന്ന്. പക്ഷേ ഒരിക്കലും ഞാൻ ചെയ്യലില്ല കേട്ടോ. അത് ചിന്തിക്കൽ മാത്രമേ ഉള്ളൂ, എന്താണെന്നറിയില്ല. അങ്ങനെ രണ്ട് ഓലയും ഒരു 2 വിറകും എടുത്തോണ്ടെന്ന് കേട്ടോ. അതിൽ കൂടുതൽ ഞാൻ എടുത്തോണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ ജബ്രൂട്ടനും അതുപോലെ തന്നെ നബൂട്ടനും മേനക്കെട്ട് ഓല കണ്ടാൽ അടുപ്പ് എത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ പരിപാടിക്ക് നിന്നില്ല കേട്ടോ. പിന്നെ അടുപ്പ് കത്തി ഉടനെ വേഗം ഐശ്വര്യമായിട്ട് ജബ്രൂട്ടിന് കുളിക്കാനുള്ള വെള്ളം കേട്ടോ വെച്ചത്. ഞാൻ പറഞ്ഞില്ലോ അവൻ്റെ കിറുക്ക് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. അങ്ങനെ വെള്ളം ചൂടായപ്പോൾ ആ അടുപ്പത്തോട്ട് ഗ്രീൻ പീസ് കറിക്കുള്ളത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തലേന്ന് പുതിർത്തിയ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളൂ, കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നല്ല രസമാണ്. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കൂടെ തിന്നാനുള്ളത് ദോശയാണ് കേട്ടോ, നീർദോശ. നീർദോശ ഇവിടെ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് കേട്ടോ. എത്ര ഉണ്ടാക്കിയാലും എപ്പോൾ ഉണ്ടാക്കിയാലും പെട്ടെന്ന് തീരും, ഒന്നുപോലും ബാലൻസ് ഉണ്ടാവില്ല. അതാണ് നീർദോശ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഈ നീർദോശ ഭയങ്കര ഇഷ്ടമല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പതിവ് കട്ടൻ വായിച്ചിക്ക് കൊടുക്കുന്നുണ്ട്. കൂടെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ കുക്കറപ്പത്തിന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കൊതിയാവും, എനിക്കും തിന്നണമെന്ന്. അങ്ങനെ ഞാനൊരു ഗ്ലാസ് കട്ടനും അതുപോലെ തന്നെ കുക്കറപ്പും തിന്ന് വെറും വയറ്റിൽ അൺഹെൽത്തി ആയിട്ട് തിന്നുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പിന്നെ അടുപ്പ് ചട്ടി ചൂടാകുന്നതിന് മുന്നേ വേഗം പറഞ്ഞതാണ്, അങ്ങോട്ട് എന്തോ കോലായി. പിന്നെ ഈ ചട്ടീനെ കുറിച്ച് പറയട്ടെ. ഇതിന് ഭയങ്കര കനമാണ്, എല്ലാം ഉഷാറായിട്ട് കിട്ടും. പക്ഷെ ഭയങ്കര കനവും അതുപോലെ തന്നെ റൗണ്ടും കൂടുതലാണ്. ഒരു മാവ് ഫുള്ള് ഒന്നിന് തന്നെ വേണം, അങ്ങനത്തെ കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അവസാനം ഞാനൊരു കണക്കിന് ഇന്ത്യയുടെ ഭൂപടം അതുപോലെ തന്നെ കണ്ണില്ലാത്തയും മൂക്കില്ലാത്തയൊക്കെ കുറേ ജന്തുക്കളെ നീരാളിനെയും ഒക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ ദോശയും കൊണ്ട്. അല്ലാണ്ട് ഇത് ഫുള്ള് ഇതാകുമ്പോഴത്തേക്ക് ആകെ ഇതാവും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചുട്ട് ലുക്കിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ. അങ്ങനെ ഗ്രീൻ പീസ് കറി വറവിട്ട് സെറ്റായി നല്ലോണം വെന്തിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു കുക്കറിൽ വെക്കുന്നതിനെക്കാട്ട് വേഗം വെന്തിക്കണം, നല്ല വെന്തിക്കണം. വെറുതെ പറയില്ല കേട്ടോ, തമാശ അറിയില്ല, സീരിയസ് ആയിട്ട് പറയാം. അങ്ങനെ ആ അടുപ്പത്തോട്ട് ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണേ. നെക്സ്റ്റ് പരിപാടി വെണ്ടക്ക ഉപ്പേരിക്കുള്ളത് റെഡിയാക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഓരോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇടാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ജബ്രൂട്ടൻ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ചുവന്ന ചമ്മന്തി തേങ്ങരച്ച വേണമെന്ന്. അവർക്ക് എന്താണെന്നറിയില്ല, ചമ്മന്തിക്ക് ചുവന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ചുവന്ന കളറിൽ കാണുന്നത്. അങ്ങനെ ചോറ് വെന്തിക്കണ്. ആ അടുപ്പത്തോട്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് സെറ്റായി. ജബ്രൂട്ട് എഴുന്നേറ്റ് വന്നിക്കണം. ഓൻ എണ്ണ തേച്ച് കുളിക്കാനുള്ള വെള്ളം കുറഞ്ഞ് കൊടുത്ത് ബാത്റൂമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം സെറ്റായി. കണ്ടില്ല, ഇന്ന് ആദ്യമായിട്ടല്ല വല്ലപ്പോഴും കിട്ടുന്നത്, ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന ജബ്രൂട്ടൽ. അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും റെഡിയാക്കാൻ പോവുകയാണ്. ചോറ് വിളമ്പിക്കുന്നത്, വെണ്ടക്ക ഉപ്പേരിയിട്ട്. പിന്നെ ഇന്ന് മുട്ട പൊരിച്ചത് വെക്കുമെന്ന് ഓന് എന്തോ ഇതിൽ ചോദിച്ചതും കൊണ്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തി പിന്നെ സ്നാക്സ് ആയിട്ട് കുക്കറപ്പത്തിൽ ഒരു കഷ്ണവും വെച്ച്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇന്നതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ഹെവി ടാസ്ക് ഒന്നുമില്ല. അങ്ങോട്ട് പെട്ടെന്ന് കഴിഞ്ഞ് നെബൂട്ടിന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല, നല്ല നേരം വൈകിക്കണം ഉറങ്ങാൻ. അങ്ങനെ ജബ്രൂട്ടിൻ്റെ സ്കൂൾ വണ്ടി വന്ന് കഴിഞ്ഞ്